അങ്ങനെ റോന്ത് പടം കണ്ടു കേട്ടോ. അടിപൊളി റൈറ്റിംഗ്. ഷാഹിർ കബീറാണ് ഇതിന്റെ റൈറ്ററും ഡയറക്ടറും. നായാട്ട് ചെയ്ത അതേ റൈറ്റർ. നീ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. യൂഷ്വലി എനിക്ക് ഷാഹിർ കബീറിന്റെ റൈറ്റിംഗ് വളരെ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ നല്ല രീതിയിൽ എക്സ്പെക്ട് ചെയ്തിട്ടാണ് വന്നത്. റോഷൻ മാത്യു പൊളിച്ചടിക്കും. പക്ഷെ അതിനേക്കാട്ടിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ദിലീഷ് പോത്തനാണ്. നല്ലൊരു റൈറ്ററിന്റെ കയ്യിൽ ദിലീഷ് പോത്തനെ കിട്ടുവാണെങ്കിൽ ഏത് സെന്റിമെന്റൽ ഇമോഷണൽ റോളൊക്കെയാന്ന് വെച്ചാൽ നിസ്സാരമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ RJ മിഥുന്റെ വൈഫുണ്ട് ലക്ഷ്മി മേനോൻ. ഷീ ഓൾസോ ഡൺ ആൻ അമേസിംഗ് വർക്ക്. പടത്തിന്റെ മെയിൻ റെലവന്റ് ക്യാരക്ടേഴ്സ് ഇവർ രണ്ടുപേരുമാണ്. ഇവരെ ചുറ്റുപറ്റിയാണ് കഥ. നിങ്ങൾ ഫുള്ള് പടം കാണുക. നമ്മളെ എഡ്ജിൽ എപ്പോഴും ഇരുത്തും. അടുത്ത എന്തായിരിക്കും. ബിക്കോസ് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഹുക്ക് ഇവർ തന്നിട്ടാണ് ഇവർ പടം തുടങ്ങുന്നത് തന്നെ. എടുത്തു പറയേണ്ടതാണ് സിനിമാറ്റോഗ്രഫി. ചില ഡ്രോൺ ഷോട്ട്, ചില ടോപ്പ് ഷോട്ടൊക്കെ എടുത്തേക്കുന്നത് ബ്യൂട്ടിഫുൾ. അതേപോലെ തന്നെ മ്യൂസിക്കും നല്ല രീതിയിൽ മ്യൂസിക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അനിൽ ജോൺസൺ ആണ് കമ്പോസർ. കമ്പോസിങ് അടിപൊളിയായിട്ട്. പടത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ദിലീഷ് പോത്തനും റോഷനും സീറ്റ് ബെൽറ്റ് ഇടുന്നതേ ഇല്ല. നമ്മുടെ മലയാളി പോലീസിന്റെ സ്വഭാവമാണ് ഈ കാണിക്കുന്നത്. ഞാൻ ഈ പടത്തിന് 5 ൽ ഒരു 4.5 കൊടുക്കുന്നു. അപ്പൊ നിങ്ങളുടെ സ്വന്തം മുംബൈ കം മല്ലു ഫ്രം ദമാം സൗദി.